വാ മോളെ. എനി ഡൗട്ട്സ്? അല്ല, അമ്മയെ സോന വിളിച്ചിരുന്നോ? ആ. നിന്റെ മേൽ പഴി ചാർത്താൻ പുതിയ അമ്മ അമ്മ മാനു രക്തം ഛർദ്ദിച്ചു. എന്താടാ? ആശുപത്രിയിലാണ്. പ്യാരിയമ്മാൻ അപ്പഴത്തെ വിശക്കുന്നു. ഇപ്പൊ വരൂടാ. എന്നെ സോന ഇങ്ങനെ താടാത് ഒരു സ്ഥാനത്ത് ഫോൺ വെക്കാൻ പറ്റില്ല. കളിക്കാതെ തോന്നുന്നില്ല. ഡാ, വെറുതെ ഇരി. 3 ലക്ഷം അവിടെ ഡെപ്പോസിറ്റ് ചെയ്തില്ലെങ്കിൽ ഇതിങ്ങനെ തൂക്കിട്ടോണ്ടിരിക്കല്ലേ, അതിനകത്ത് പിടിച്ചിട്. ഇനി എത്ര ദിവസം പുറത്തുനിന്ന് ഭക്ഷണം മേടിക്കേണ്ടി വരുവാവോ? ഏട്ടനൊന്നും ഉണ്ടാക്കാൻ അറിയാത്തോണ്ടല്ലേ? ഒരു ഉപ്പാവെങ്കിലും ഉണ്ടാക്കാൻ അറിയാമോ? അല്ല, നീ കാണിച്ച തോന്നിയ ദിവസം കൊണ്ടല്ല. ഞാൻ എന്ത് തോന്നിയ സാധനം? എന്താ നോക്കി നടക്കണ തന്നെ? ഇപ്പൊ ഞാൻ വീണതാണോ കുറ്റം? അല്ല പിന്നെ. അവിടെ പ്രതിഭയെ ട്രീറ്റ് ഓ, അതാ വന്നു പോകുന്നുണ്ട് കേട്ടോ. നല്ല പാർട്ടിയാണ്. അമ്മാവരെവിടെ പോയതാ? വിശന്നിട്ട് വയ്യ. ഭയങ്കര തിരക്കടാ. കഴിച്ചോ. ഹായ് ബിരിയാണി. ബിരിയാണി ഇട്ടിപ്പോ അവന്റെ ട്രൗസർ കൂടി പോലെ കേട്ടിടാ. തിന്നാൻ വേണ്ടി മാത്രം എടാ, അവിടുന്ന് പ്ലേറ്റ് എടുത്ത് കഴിക്കട്ടാ. തീറ്റ തിന്നാൻ വേണ്ടി മാത്രം വളർത്തിയാണ് ആ ചെക്കന. അല്ല, നീ എന്തൊരു മനുഷ്യനാണ്. എപ്പോ പോയത് അവിടുന്ന്? അതിന് ഞാനെങ്ങും പോയി താമസിച്ചല്ല. ആ നമ്മുടെ റെസ്റ്റോറന്റിൽ എന്തൊരു തിരക്കാണത്. ഞാൻ ഓർഡർ ചെയ്തിട്ട് മൈൻഡ് ചെയ്യണില്ലെന്ന്. ഇവരെന്തോ മറ്റേ ബൂബർ ഈറ്റിംഗ് എന്ന് പറഞ്ഞിട്ടൊരു പരിപാടി ഉണ്ടല്ലോ. ഇവരെന്തൊക്കെയാണ് ഈ പറയണത്? എന്താ നീ പറഞ്ഞത്? എനിക്ക് മനസ്സിലാവണില്ലേ. അളി ഇപ്പൊ ബൂബർ ഈറ്റിംഗ്സ് എന്ന് പറഞ്ഞിട്ട് പുതിയൊരു ആപ്ലിക്കേഷൻ വന്നിട്ടുണ്ട് നമ്മുടെ ആൻഡ്രോയിഡ് ഫോണില്. ഞാൻ കാണിച്ചു തരാം. നമ്മുടെ പ്ലേ സ്റ്റോറിൽ കയറിയിട്ട് ഈ ബൂബർ ഈറ്റിംഗ്സ് എന്ന് പറഞ്ഞ ആപ്പ് ഡൗൺലോഡ് ചെയ്യണം. കണ്ട വരണണ്ട. അത് വന്നു കഴിഞ്ഞാൽ ആ എംബ്ലത്തും ഒന്ന് തൊട്ട് കൊടുത്താൽ ഏറ്റവും ടോപ്പ് റെസ്റ്റോറൻറ്റുകളുടെ നല്ല ഫുഡ് കിട്ടുന്ന സ്ഥലങ്ങൾ അഡ്രസ്സും കാണിക്കും. ആ ഫുഡും ഇതിൽ കാണിക്കും. അതിൻ്റെ നേരെ കണ്ട ഓരോന്നിൻ്റെ റേറ്റ്. നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്ത് കൊടുത്താൽ നമ്മുടെ ലൊക്കേഷൻ അവിടെ കാണിക്കും. എന്നിട്ട് ആ ഫുഡ് 10 മിനിറ്റ് കൊണ്ട് നമ്മുടെ വീട്ടിൽ വരും. ഇത്രയും സൗകര്യം ഉണ്ട് ഇതിൽ. ഇവിടെ കൊണ്ടു തരൂ? നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്ന് തരുമെന്ന്. അപ്പൊ ആ വണ്ടിയുടെ പൈസയും കൂടെ നമ്മൾ കൊടുക്കണ്ടേ? ഒന്നും വേണ്ട, നിസ്സാര പൈസയുള്ളൂ, നല്ല ഫുഡും കിട്ടും. എടാ, പിന്നെ ഇതൊന്നും ചിലപ്പോ അത്ര നല്ല ഫുഡാവില്ല. വല്ല കല്യാണത്തിനൊക്കെ ബാക്കി വന്നിട്ടുള്ള ബിരിയാണിയോ അതൊക്കെ കെട്ടിപ്പൊതിഞ്ഞു കൊടുക്കുന്നതായിരിക്കും. എൻ്റെ അളി ഇത് ചില്ലറ കളിയല്ലേ. ഇന്റർനാഷണൽ കമ്പനികളാണ് ഇതിന്റെ പുറകില്. നമ്മളറിയാഞ്ഞിട്ടാണ്. അളിയെ നമ്മ ടൗണിലൊക്കെ പോകുമ്പോ പെട്ടി പോലത്തെ ഒരു ബാഗ് തൂക്കിയിട്ടിട്ട് 2 വീലറിന് പിള്ളേര് പായാറില്ലേ, അത് ഇവര് ഇതിന്റെ ഡെലിവറി ബോയ്സ് ആണ്. ഓരോ വീട്ടിലേക്കുള്ള ഓർഡർ എത്തിക്കാണ് അവരാ കാണുന്നത്. ശരി. ആ, ഇന്നൊരു കാര്യം ചെയ്താലോ? ഇവളുടെ ഈ കൈ ശരിയാവുന്നവരെ നമുക്ക് ഇതിന്ന് ഭക്ഷണം വരുത്തിച്ചാലോ? നല്ല കാര്യമാണ്. ഉഗ്രം ഫുഡും കിട്ടും, നിസ്സാര പൈസയേ ഉള്ളൂ. എത്ര ദിവസം കൊണ്ട് റെസ്റ്റ് ചെയ്ത്? ഇതിപ്പോ 15 ദിവസമൊക്കെ മതി എന്നാ പറഞ്ഞത്. പക്ഷെ ഇവളുടെ രീതിക്ക് അനുസരിച്ച് എങ്ങനെ പോയാലും ഇപ്പൊ അതൊരു മാസം പിടിക്കും. അതുപോലെ ആ കൈ വെച്ചിട്ടൊന്നും ചെയ്യാൻ വേണ്ട. ഒരു പണി ചെയ്ത് വെച്ചാൽ മതി. ഇത് ലാഭമുള്ള ഗ്യാസ് വേണ്ട, പാത്രം കഴുകണ്ട, വേറെ പലചരക്ക് സാധനം മേടിക്കണ്ട. നമുക്ക് എന്ത് ഫുഡാ വേണ്ടതെന്ന് വെച്ചാൽ ഒന്ന് തൊട്ട് കൊടുത്തേച്ചാൽ മതി. എന്ത് ഫുഡും കിട്ടും. കണ്ട ഉണക്കമുള്ള മറുത്തത് വരെ ഉണ്ട്. പൊടിയരി കഞ്ഞി എന്ത് വേണേലും കിട്ടും. ഒറ്റ കുഴപ്പമുള്ളൂ, കൈ കഴുകാൻ അവര് നിൽക്കൂല. അത് നമ്മൾ സ്വന്തം കഴുകണം. ബാക്കി എല്ലാ സൗകര്യമായിട്ടുണ്ട് ഇതില്. നീ ഒരു കാര്യം ചെയ്യ്, അതൊക്കെ എന്റെ ഫോണിൽ ശരി തന്നെ. നിസാര ഒന്ന് ആ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഒന്ന് ഡൗൺലോഡ് ചെയ്താൽ മതി. ചേച്ചി ഒന്ന് വാ, ചേച്ചി. വരാണ്. ചേച്ചി ഒന്ന് വാ. വരല്ലേ? ഒന്ന് ഇറങ്ങി നടക്കുക ചേച്ചി. എന്താണ് എന്തോരം 100 സ്ഥലത്തെത്താനുള്ള ബിരിയാണി അല്ലേ? ആ ബിരിയാണി അല്ലേ? ഓർഡർ ചെയ്ത് ബിരിയാണി അല്ലേ? അപ്പൊ അതായിരിക്കും കേട്ടാ. വന്നടാ. വന്നു വന്നു വന്നു. എടുത്താവും വിശന്നിട്ടേ.
കുറച്ച് കുറച്ചിട്ട് കഴിച്ചാൽ മതിട്ടാ. ഇത് എവിടെ ഓർഡർ ചെയ്തത്? ഒന്ന് പുതിയൊരു ഹോട്ടലിൽ നിന്നാട്ടാ. ആണോ? അവിടുത്തെ സ്പെഷ്യലാന്നേ. ആ അതന്നെ വേറൊരു മണമാണ്. നീ ഇരുന്നോ? ഞാൻ കഴിക്കാം, നിങ്ങൾ കഴിക്കാതിമേ. ഇനി നിന്നോടൊരു ചോദ്യം ഞാൻ അങ്ങോട്ട് ചോദിക്കട്ടെ. നിന്റെ ഈ കൈ ഒടിഞ്ഞോണ്ടാണല്ലോ നമ്മൾ ബൂബറിലൊക്കെ ഓർഡർ ചെയ്തിട്ട് ഭക്ഷണം വരുത്തി കഴിച്ചു തുടങ്ങിയത്. ഇപ്പൊ ആ കൈ ശരിയായി. ഇനി നമുക്ക് പഴയ പോലെ അടുക്കളയിൽ ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിട്ട് കഴിച്ചാൽ പോരെ? ഇതാ പറയണത് ഏട്ടൻ പൊട്ടനാണ്. എന്തേ പറയുമ്പോ വലിയ കോൺട്രാക്ടർ പക്ഷെ ബുദ്ധിയില്ല. ബുദ്ധിയില്ല. ഏട്ടൻ ഇപ്പൊ ഒന്ന് ആലോചിക്ക്. നമുക്ക് ഇന്ന് ഇവിടെ സാമ്പാർ വെക്കണം. നമ്മൾ എന്ത് ചെയ്യണം? ഇവിടുന്ന് കടയിൽ പോയി പച്ചക്കറി മുഴുവൻ മേടിച്ച് അതിന്റെ പൈസ കൊടുത്ത് പിന്നെ തിരിച്ചിവിടെ വന്ന് അത് മുഴുവൻ വെട്ടി നുറുക്കി പിന്നെ അത് വേവിക്കാൻ വേണ്ടിയിട്ട് ഗ്യാസ് ഓൺ ചെയ്ത് പിന്നെ അത് വെന്ത് കഴിഞ്ഞ് ഇവിടെ വന്ന് പിന്നെ അതിന്റെ പാത്രം കഴുകല് ബഹളം അത് വേറെ. ഇതാവുമ്പോ അങ്ങനെയുണ്ടോ? ഫോൺ എടുക്കുക, കുത്തുക, സാധനം വരിക. അപ്പൊ അതല്ലേ എളുപ്പം. ഗ്യാസിന്റെ വില, പച്ചക്കറിയുടെ വില, മീനിന്റെ വില, ഇറച്ചിയുടെ വില, ഇതൊക്കെ കൂടി കാൽക്കുലേറ്റ് ചെയ്ത് നോക്ക്. നമ്മൾ ഒരു മാസം ഇവിടെ ഇത് ഓർഡർ ചെയ്യാനുള്ള പൈസയും ഇവിടെ സാധനങ്ങൾ വച്ചുണ്ടാക്കുന്ന പൈസയും കൂടെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയേ. ഇതല്ലേ ലാഭം? ആണല്ലേ? പിന്നല്ലാതെ. വെറുതെ പണി എടുക്കണ്ട, പാത്രവും കഴുകണ്ട. ഇതാകുമ്പോ നമുക്ക് ആവശ്യത്തിന് ബാക്കി സമയവും കിട്ടും. ഡാ, നിനക്ക് ഞാൻ ഉണ്ടാക്കണ ഭക്ഷണം വേണോ ഇത് വേണോ? ഇത് മതി. അതല്ലേ ഇഷ്ടം? എന്നാ പിന്നെ ആയിക്കോട്ടെ. ഒന്ന് പറഞ്ഞൂടെ എനക്ക് സൂതാട്ടോ? ഒന്ന് പറയണ, അന്ന് വന്ന് പിടിച്ചുകൂടെ ഇത്? നീ എന്നെ വിളിച്ചായിരുന്നു, ഞാനിവിടെ ഉണ്ടല്ല. പൊട്ടെത്തു. പിന്നെ ഈ 3 ഒന്ന് പാർസൽ ചെയ്താ കിട്ടാ. ഇപ്പൊ വേണ്ടെന്ന് ഞാൻ പറയാ. അത് ഞാൻ ഈ ചോറ് എടുക്കട്ടെ, ഇതിന്റെ കറിയൊക്കെ കവറിലാക്ക്. ഞാൻ ഓരോ പാക്കറ്റ് ചോറിനും കറക്റ്റായിട്ട് ചിക്കന്റെ പീസ് വീടുകൂടെ വെച്ചല്ലേ മതി കടിച്ചത്. ഇത് ഒരു ആൾക്ക് കൊടുക്കാൻ പറ്റുന്നില്ല. മനുഷ്യന്മാർക്ക് തിന്നണ്ടേ ഇത്? മനസ്സിലല്ലോ നീരെന്താ കാണിക്കുന്നത്? CCTV ആര് കാണാൻ വേണ്ടിട്ട്? നമ്മ 3 ആള് കണ്ടാ പ്രശ്നമില്ലല്ലോ. എടാ അങ്ങനെയല്ലോ ഒരു മനുഷ്യത്വം വേണ്ടത്, മനുഷ്യർക്ക് കൊടുക്കണ്ടല്ലേ? അതെ, ഇത് തിന്നെ എടുക്കരുത്, എന്നോട് ചോദിക്കണം. ഇന്നെ പാർസൽ ചെയ്യേ. എത്ര പാർസൽ ചെയ്യണമെന്നറിയോ? ഇത് സുഖതട്ട ഞാനല്ലേ ഈ പണി പറ്റെടുക്കും. നിങ്ങൾ ഈ പാർസൽ മാത്രം ഇത് സാധനം മൊത്തം ചോറ് വല്ല ആക്കിയിട്ട് ഇവിടെ കൊണ്ടച്ചു. അത് പാർസലാക്കാൻ വലിയ പണിയൊന്നുമില്ല. ഒരു 3 ചിക്കൻ ബിരിയാണി. 1 മിനിറ്റ്. 3 ചിക്കൻ ബിരിയാണി, ഒരു ചില്ലി ചിക്കനോ? 3 ചിക്കൻ ബിരിയാണി, ഒരു ചില്ലി ചിക്കനോ. മറ്റേ നേരത്തെ പറഞ്ഞ 15 എവിടെ? അത് റെഡിയാ. എവിടെ? ഇത് 3 കാണുള്ളൂ. അത് മറ്റേ ആദ്യം പറഞ്ഞ 13 വേറെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് വേറെ 3 അത് കാണിക്ക്. ആ 13 കാണിക്ക്. അതെവിടെ ഞാൻ പുറത്തോട്ട് അത് അപ്പുറത്ത് വെച്ചിട്ടുണ്ട്. അവിടെ അങ്ങനെ അങ്ങോട്ട് ക്യാഷിലേക്ക് എടുക്കാം. ഒട്ടുമ്പോൾ ഇന്റെ അടുത്ത് നടക്കൂലേ? ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ 3 ആളെ ഇവിടെ പെടുത്ത് തിരിഞ്ഞു കളിക്കണത് ഒരു കാര്യം. 15 ഞാൻ നേരെ ഈ കസ്റ്റമേഴ്സ് വിളിക്കുമ്പോ ഞാൻ എന്താ പറയാന്ന്? നിങ്ങൾ എന്തായി പറയണത്? 2 കയ്യല്ലേ ഉള്ളൂ. യന്ത്രം പോലെ പണിയെടുക്കാൻ പറ്റുമോ നമുക്ക്? അല്ലെങ്കിൽ നിങ്ങളാണ്ട് പണിയെടുത്ത് ആട് തിന്നണമാരി ഇങ്ങനെ തിന്നോളൂ ഏതു നേരം കേട്ടോ. ഏതു നേരം ഇങ്ങനെ ചവച്ചോണ്ടിരിക്കണം. ഒരു പണിയെടുക്കരുത്. 18-ാം വയസ്സിൽ തുടങ്ങിയ നിങ്ങൾ ഈ ഹോട്ടലിൽ വന്ന് തിന്നായി. എന്താ ഒന്നും മിണ്ടാതെ? ഞാൻ തിന്നാലല്ലേ പണിയെടുക്കാൻ പറ്റുള്ളൂ. ആരോഗ്യം വേണ്ടേ? അതാ ഞാൻ പറഞ്ഞത്. പണിയെടുക്കണം. പണിയെടുത്തിട്ടാ തിന്നല്. ഇത് മാത്രമേ കാണുന്നുള്ളൂ. അനക്കെന്താ പണി ഇവിടെ? നീ പാതിരാത്രി പോലെ ഓർഡർ എടുത്തുകൊണ്ട് നിൽക്കല. നമുക്കൊരു റെസ്റ്റ് ഇല്ല. നമുക്ക് റെസ്റ്റ് വേണം. എനിക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇതൊരു പണി. ഈ ഫുള്ള് റെസ്റ്റ് എടുത്തോ, വീട്ടിൽ പോയിക്കോ. ഞാൻ അവിടെ ബംഗാളികളെ വെച്ചോളാം. എന്തേ ബംഗാളികളുടെ കാര്യം പറയരുത്. പണിയത്തെ പോലെ ഒന്നും ബംഗാളികളെ കിട്ടില്ല. 10-600 രൂപയാണ് കൊടുക്കണം. സുഗത, ബംഗാളികളെ എങ്ങനെ കിട്ടണം എന്നൊക്കെ നമ്മൾ മൊയിലാളി തീരുമാനിക്കും. ഇജ്ജ് എന്റെ പണിയെടുത്താൽ മതി. ഉണ്ടെ പൊറോട്ട അടിക്കണം. പൊറോട്ട തീർന്നിക്കണം. ഇനി പൊറോട്ട അടിക്കണം. പിന്നെ പൊറോട്ട അടിക്കാൻ പിന്നെ നിന്റെ പേരൊന്നും ഉപ്പ വരുമോ? അതിന് ഓർഡർ വന്നുവാ. എന്റെ ഇതൊക്കെ ഞാൻ 10-200 മുട്ട തൊലിച്ച് വെച്ച് പൂങ്ങിട്ടെല്ലാം റെഡിയാക്കിട്ടെല്ലാം വെച്ചു. അതൊന്നും എന്റെ പണിയാണല്ലോ. മുട്ടന്റെ തോല് വിളിക്കല് അതും ഈ അടിക്കണം. പൊറോട്ട അടിക്കലും ഈ അടിക്കണോ? ഒരു 2-3 പണിക്കാർ കൂടി വെക്കാം. 2-3 ആക്കണ്ടോ? ഒരു 10 ആളെ വെക്കാം. എന്തേ
നമസ്കാരം, ഞാൻ രാഘവൻ. മറിമായം കഴിഞ്ഞ 2011 മുതൽ തുടങ്ങിയ ഒരു പരിപാടിയാണ്. ഇത് ആളുകൾ വളരെ വർഷങ്ങളായി തുടർച്ചയായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ അത് മനോരമ മാക്സിലൂടെ ഫ്രീ ആയിട്ടാണ് ഇപ്പോൾ അത് കാണിക്കുന്നത്. അത് ആളുകൾ യൂട്യൂബിൽ കാണാത്തതുകൊണ്ട് പരാതി ഇതൊക്കെ പറയുന്നുണ്ട്. പക്ഷേ മനോരമ മാക്സ് ഫ്രീ ആണ്. എല്ലാവരും അതിലൂടെ കാണുകയും കാണാത്തവരെ അതിന് പ്രേരിപ്പിക്കുകയും ചെയ്യണമെന്നാണ് എനിക്ക് പറയാൻ.